ഗൈസ്, അപ്പോൾ ഞങ്ങള് കാസർഗോഡാണ്. അപ്പോൾ കാസർഗോഡ് ഞങ്ങളിങ്ങനെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ല ഒരു സംഭവം ഉണ്ടായിരുന്നു. കാസർഗോഡ് ഇങ്ങനെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിന്ന് ഏകദേശം 7 സ്കൂളിൽ കയറി. അല്ലേ ലിജോ? 7 സ്കൂളിൽ കയറി. അപ്പോൾ ഞാനും ലിജോയും കൂടി 7 സ്കൂളിൽ കയറി. അതിൻ്റെ 8ാമത്തെ സ്കൂൾ. അപ്പോൾ ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ടാവും. 4 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് ഇങ്ങനെ നല്ല സ്പീഡിൽ പോരുമ്പോൾ 8ാമത്തെ ഒരു സ്കൂൾ കാണുകയാണ്. അങ്ങനെ അപ്സര സ്കൂൾ, അപ്സര പബ്ലിക് സ്കൂൾ. സംഭവം നമ്മുടെ കാസർഗോഡാണ്. അങ്ങനെ അപ്സര പബ്ലിക് സ്കൂൾ കണ്ടപ്പോൾ ഞങ്ങൾ ഈ സ്കൂളുകളിൽ ചാടിക്കയറാനുള്ള ആക്രാന്തം മൂത്ത് ഞങ്ങൾ അപ്സര സ്കൂളിൽ അങ്ങോട്ട് ചാടിക്കയറി. അപ്പോൾ ഏകദേശം ഒരു 4:30 മണിയായിട്ടുണ്ട്. 4:30 മണി എന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ വിട്ട് പോയി. ഓഫീസിൽ സ്റ്റാഫ്, അപ്പോൾ ഓഫീസിലെ സ്റ്റാഫൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടിയിരിക്കുന്ന സമയത്താണ് നമ്മൾ കയറി ചെല്ലണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പളിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത്. പക്ഷേ പ്രിൻസിപ്പൾ അവസാനം നമുക്ക് പ്രവേശനാനുമതി തന്നില്ല. അദ്ദേഹത്തിന് വേറെ വർക്ക് ചെയ്യാനുണ്ടെന്നുള്ള ലെവലിൽ പ്രവേശനാനുമതി തന്നില്ല. എന്നാൽ നമ്മുടെ പുറകെ വന്ന ഒരാൾക്ക് പ്രവേശനാനുമതി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. അത്രയും നേരം വളരെ പോസിറ്റീവായിട്ട് എന്നിട്ടുണ്ടെങ്കിൽ ബാക്കി 7 സ്കൂളിലും അടിപൊളി പോസിറ്റീവാണ്, ഗംഭീര പോസിറ്റീവിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ 8ാമത്തെ അപ്സരയും കൂടി അങ്ങോട്ട് കയറി കളയാന്ന് പറഞ്ഞാണ് ചാടി കയറുന്നത്. പക്ഷേ ഈ സാറ് നമ്മളെ റിജക്റ്റ് ചെയ്ത് നമ്മളോട് കയറണ്ടെന്ന് പറഞ്ഞതോടുകൂടി നമ്മൾ മൊത്തം നെഗറ്റീവായി. പിന്നെ നമ്മുടെ മനസ്സിൽ മൊത്തം നെഗറ്റീവ് വൈബാ. അല്ലേ ലിജോ? അതെ, അങ്ങനെ നെഗറ്റീവ് വൈബ്. അങ്ങനെ വണ്ടി ഓടിച്ചും വരുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഈ പ്രിൻസിപ്പാളിനെ മനസ്സിലിങ്ങനെ ചീത്തയൊക്കെ പറഞ്ഞ് പരസ്പരം ഇങ്ങനെ ചീത്ത പറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നിയാണ്, എന്തിനും നമ്മൾ ഇദ്ദേഹത്തിന് ചീത്ത പറയണം അല്ലേ? 8 സ്കൂളിൽ കയറി, 7 സ്കൂളും പോസിറ്റീവാണ്. നല്ല അടിപൊളി കമൻസാണ് കിട്ടിയത്. ഒരൊറ്റ ആൾ നമ്മുടെ പ്രപ്പോസൽ റിജക്ഷൻ പറഞ്ഞില്ല. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു, എല്ലാവരും ചെയ്യാന്ന് പറഞ്ഞു. 8ാമത്തെ ഒരു സ്കൂളിൽ കയറിയപ്പോൾ അദ്ദേഹം കയറ്റിയില്ല എന്നല്ലേ ഉള്ളൂ. അത്രയും നെഗറ്റീവ് ആവേണ്ട യാതൊരു കാര്യമില്ല. ബാക്കി 7 ഓർക്കുമ്പോൾ അതാണ് ഏറ്റവും സൂപ്പർ എന്നുള്ളത് ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് കാര്യത്തിന് പോയാലും എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആണെങ്കിലും എവിടെയെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലുള്ളത്. ബാക്കി പോസിറ്റീവുകളൊക്കെ നമ്മൾ മറന്നു പോകും. അത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം? ട്രെയിൻ ചെയ്യണം. നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിനോട് പറയണം ബാക്കിയെല്ലാം പോസിറ്റീവാണ്, ആ നെഗറ്റീവിനെ അങ്ങോട്ട് വിട്ടുകളാന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മുടെ പോസിറ്റീവ് എനർജി ആയിരിക്കും. അല്ലേ? പോസിറ്റീവ് എനർജി ആയിരിക്കൂലേ? അപ്പോൾ നിങ്ങളും പോസിറ്റീവ് ആയിരിക്കും.